ടി.എം.സിക്ക് പിന്നാലെ ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗവും കൂടെ എൻ.ഡി.എയിലേക്ക് പോകുന്ന ഒരു റിപ്പോർട്ടുകളാണ് മുന്നോട്ട് വരുന്നത്. എന്താണ് ശിവസേന പിളരാൻ പോവുകയാണോ? ഇന്ത്യക്ക് വീണ്ടും ടി.എം.സിയിൽ നിന്ന് ലഭിച്ച എംപിമാരെ പോലെ കുറച്ചുകൂടെ എംപിമാരെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെ പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണോ വരുന്നത്? ഏതാണ്ട് അങ്ങനെ പറയാം. ഇന്ത്യ മുന്നണിയുടെ ശിഥിലീകരണം അത് ആത്യന്തികമായിട്ട് തകർച്ചയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടാണല്ലോ DMK എന്താണ് ചെയ്തത്. DMK നേരെ ഇന്ത്യ സഖ്യം വിടുകയാണ് ചെയ്തത്. കോൺഗ്രസിൻ്റെ വലിയ ചതി, ഒരിക്കലും DMK വിചാരിച്ചിരുന്ന ചതിയല്ല കോൺഗ്രസ് DMKയോട് കാണിച്ചത് എന്നുള്ളതാണ്. ആ ചതിയുടെ ഫലമായിട്ട് അവർ പൂർണ്ണമായിട്ട് കോൺഗ്രസിനെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ DMK, അതായത് ഈ കോൺഗ്രസിന് പ്രത്യേകിച്ച് സീറ്റൊന്നുമുള്ള സ്ഥലമല്ല തമിഴ്നാട്. ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ട് എന്ന് നമുക്ക് കരുതാനും കഴിയില്ല. ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അത് കാമരാജിൻ്റെയൊക്കെ കാലത്താണ്. ആ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഓർഗനൈസേഷൻ്റെ പ്രതാപകാലമായിരുന്നു എന്നുള്ളതാണ്. അന്നൊക്കെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനകീയ സംഘടനയായിരുന്നു. അതിൻ്റെ ആദർശം പേറുന്ന ആൾക്കാർ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. പിന്നീട് ഈ പറയുന്ന ദ്രാവിഡ രാഷ്ട്രീയം ശക്തി പ്രാപിച്ചതോടുകൂടിയും പിന്നീട് ഈ കാമരാജിൻ്റെയൊക്കെ കാലം അവസാനിച്ചതോടും കൂടിയാണ് ഈ കോൺഗ്രസ് ഇല്ലാതായി പോകുന്നത്. അങ്ങനെ കോൺഗ്രസ് ഇല്ലാതായി പോയെടുത്ത കോൺഗ്രസിന് എന്തെങ്കിലും ഒരു സാന്നിധ്യം അറിയിക്കാനെങ്കിലും ഒരു അവസരം കൊടുക്കുന്നത് DMK ആണ്. ആ DMKയുടെ മുഖത്ത് ചവിട്ടുന്ന രീതിയിലാണ് കോൺഗ്രസ് TVKയുടെ കൂടെ പോയി ഒരു നാണവുമില്ലാതെ സർക്കാർ രൂപീകരിക്കുന്നത്. ഏറ്റവും വലിയ കുതിരക്കച്ചവടം ചെയ്ത ഒരു വൃത്തികെട്ട സഖ്യകക്ഷിയായിട്ടാണ് DMK കോൺഗ്രസിനെ കാണുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉദ്ധവ് വിഭാഗം ആദ്യമേ ശിവസേന പിളർന്നു, രണ്ടായിട്ട് പിളർന്നതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെ ഉദ്ധവ് വിഭാഗവും ഷിൻഡെ വിഭാഗവും ഒക്കെ വന്നതാണ്. അതിൽ ഷിൻഡെയാണ് യഥാർത്ഥ ശിവസേന എന്നുള്ളത് കോടതി വിധിയോടുകൂടി അംഗീകരിക്കപ്പെടുകയും അതിൻ്റെ ചിഹ്നങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കാനുള്ള അവകാശം ഷിൻഡെ വിഭാഗത്തിലാണെന്നും യഥാർത്ഥ ശിവസേന അവരാണെന്നും ഒക്കെ പറയപ്പെടുകയും ഈ വിധി വരികയൊക്കെ ചെയ്തതാണ്. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഉദ്ധവ് വിഭാഗം ഈ പറയുന്ന ശിവസേന എന്ന വിഭാഗത്തിന് ഇപ്പോൾ അതിനകത്ത് ഒരു പിളർപ്പിൻ്റെ സാധ്യത വരുന്നത്. കാരണം ഈ പ്രാദേശികമായി നിൽക്കുന്ന പാർട്ടികളുടെയൊക്കെ കുഴപ്പം എന്താണെന്നറിയാമോ? ഇവർക്ക് അധികാരമില്ലെങ്കിൽ വലിയ അസ്വസ്ഥത തുടങ്ങും. ഇവിടെ മുസ്ലിം ലീഗിനെ കണ്ടില്ലേ? പ്രാദേശികമായിട്ട് നിൽക്കുന്നതാണ്, ഒരു കമ്മ്യൂണൽ പാർട്ടിയാണ്. ഇവർക്ക് എന്തുകൊണ്ടാണ് വലിയ അസ്വസ്ഥത വന്ന് മതമാണ് പ്രശ്നം എന്നൊക്കെ പറയേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? ഇവർക്ക് അധികാരമില്ലാതെ 10 വർഷം നിന്നപ്പോൾ തന്നെ ഇവരുടെ അടിവേരിളകി തുടങ്ങി എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, ഇവർക്ക് പണമില്ല. ഈ പറയുന്ന അധികാരത്തിലിരുന്നുകൊണ്ട് പല രീതിയിൽ ഉണ്ടാക്കുന്ന പണമാണല്ലോ ഇവരുടെയൊക്കെ നിലനിൽപ്പ് എന്ന് പറയും. അപ്പോൾ ആ പണമില്ലാതാവും. മുസ്ലിം ലീഗിന് സംഭവിച്ചത് എന്താണോ അത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ TMCക്ക് സംഭവിച്ചത്. അവർക്ക് അധികാരമില്ലാതാവുന്നു. 10-15 വർഷം TMC ഭരിച്ചുകൊണ്ടിരുന്ന പശ്ചിമ ബംഗാളിൽ നിന്ന് അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ ഇവർക്ക് വലിയ ഗതികേടുണ്ടായി. ഇവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ഈ ഗുണ്ടാരാജൊക്കെയാണ് നടത്തുന്നത്. ഗുണ്ടാരാജ് നടത്തുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ കണ്ട്, പണം കൊണ്ട് മാത്രം വരുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അവരെ പിടിച്ചു നിർത്തണമെങ്കിൽ അധികാരം വേണം, ഈ പറയുന്ന പോലെ പദവി വേണം, പദവി പലർക്കും കൊടുക്കാൻ കഴിയണം, പണം കയ്യിലുണ്ടായിരിക്കണം. ഈ പറയുന്ന സംവിധാനത്തെ, പോലീസിനെ ഒക്കെ നിയന്ത്രിക്കാനുള്ള ശേഷി ഉണ്ടാവണം. അതില്ലാതാവുമ്പോൾ എന്ത് പറ്റും? ഈ TMCയുടെ നേതാക്കളെ നാട്ടുകാരെടുത്തിട്ട് അടിക്കുന്നത് പോലെ ഗുരുതരമായിട്ടുള്ള അടിയും വെട്ടും കുത്തുമൊക്കെ തന്നെ കൊള്ളേണ്ടി വരുമെന്നുള്ളതാണ്. അത് തന്നെയാണ് TMCക്ക് ഉണ്ടായ ഭയം. TMCക്ക് ഈ പറയുന്ന ആൾക്കാർ അവിടെ നിന്ന് നഷ്ടപ്പെടാനുള്ള കാര്യവും. ഇവരൊക്കെ TMC വിട്ട്, തൃണമൂൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേരാൻ നടക്കുകയാണ്. അപ്പോൾ BJPയുടെ ഓഫീസിൽ ചെന്നിട്ട് ഞങ്ങൾ കൂടി BJPയിൽ അംഗത്വം എടുക്കട്ടെ എന്ന് ഈ പഴയ TMCക്കാർ ചോദിക്കുന്നു. അപ്പോൾ BJPക്കാർ പറയുന്നുണ്ട്, അങ്ങനെ വന്ന് കയറാനുള്ള ഒരിടമല്ല BJP എന്ന് പറയുന്നത്. അവരവിടുന്ന് ഇവരെ പറഞ്ഞു വിടുന്നുമുണ്ട്, പച്ച ചായയൊക്കെ തേച്ച് പറഞ്ഞു വിടുന്നുമുണ്ട് ഈ പറയുന്ന TMCക്കാരെ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അധികാരം നഷ്ടപ്പെടുമ്പോൾ തകർന്നു പോകുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിലൊന്നാണ് ഉദ്ധവ് താക്കറെ വിഭാഗം, ഈ പറയുന്ന ശിവസേനയുടെ. അവരെന്താണ് ചെയ്തത്? അധികാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം NDA വിട്ട് ഈ പറയുന്ന കോൺഗ്രസിനോടൊപ്പം പോയവരാണ്. അങ്ങനെ പോയപ്പോഴാണ് ശിവസേനയ്ക്കകത്ത് പിളർപ്പുണ്ടായത്. ശിവസേനയിലെ ഒരു വിഭാഗം, ഷിൻഡെ വിഭാഗം, BJPയുടെ അല്ലെങ്കിൽ NDAയുടെ ഭാഗമാകുന്നു, BJPക്കൊപ്പം ചേരുകയും ഒരുമിച്ച് നിൽക്കുകയും NDAയുടെ ഭാഗമാവുകയും ചെയ്തു. അവർ യഥാർത്ഥ ശിവസേനയാണ് എന്ന് കോടതി അടക്കം അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലായി ഉദ്ധവിൻ്റെ വിഭാഗം എന്നുള്ളതാണ്. ഉദ്ധവിൻ്റെ ശിവസേന ആയിരുന്നല്ലോ ഒരു ബാൽ താക്കറെയുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം പുലർത്തുന്ന ശിവസേനയ്ക്ക് വലിയ തിരിച്ചടിയായി പോയി. അപ്പോൾ ആ ശിവസേനയ്ക്ക് എന്താ പറ്റിയത്? ഇപ്പം നിലനിൽപ്പില്ലാതാകുന്നു, മഹാരാഷ്ട്രയിലെ സ്വാധീനം കുറയുന്നു. അതിൽ യഥാർത്ഥത്തിലുള്ള ശിവസേന അല്ല എന്ന് കണ്ടിട്ട് ആൾക്കാർ വരുന്നില്ല. അപ്പോൾ അണികളുടെ പിന്തുണയില്ലാതെ അങ്ങനെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് സ്വന്തം രാഷ്ട്രീയത്തെ പോലും പണയം വെച്ച് നിൽക്കുക. ഇതിനകത്തെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ശിവസേനയുടെ ബേസ് എന്ന് പറയുന്നത്. സംഘപരിവാർ പറയുന്ന നമ്മുടെ സവർക്കറെയൊക്കെ വലിയ രീതിയിൽ ആരാധിക്കുന്ന ഒരു സംഘടന തന്നെയാണ് ഈ പറയുന്ന ശിവസേന. ആ ശിവസേനയ്ക്ക് ഇന്ത്യ സഖ്യത്തോടൊപ്പം നിൽക്കുമ്പോൾ
പലപ്പോഴും ഇവർ ഈ പറയുന്ന രാഹുൽ ഗാന്ധി വന്നിട്ട് വി ഡി സവർക്കറെ ചീത്ത പറയും. അതൊന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരിക്കൽ ഉദ്ധവിന് പറയേണ്ടി വന്നു, അങ്ങനെ സവർക്കറെ ഒന്നും പറഞ്ഞ് കളിക്കണ്ട എന്ന് താക്കീത് ചെയ്യേണ്ടി വന്നു. അത് ശിവസേനയുടെ ഗതികേടാണ്. ആ ഗതികെട്ടും അവർ നാണം കെട്ടും അവിടെ നിൽക്കേണ്ടി വരികയാണ്. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന ഒരു വിഭാഗത്തിന് തോന്നുന്നത്, ഇനി ഇവരുടെ കൂടെ നിന്നിട്ട് എന്ത് ഫലം, നമുക്ക് എൻ ഡി എയുടെ ഭാഗമാകാം, നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഭാഗമാകാം. ഇത് ഒന്നുകിൽ ഷിൻഡെ വിഭാഗത്തിൽ ലയിക്കാം, ഇല്ലെങ്കിൽ മറ്റൊരു പാർട്ടി രൂപീകരിക്കാം, ഇല്ലെങ്കിൽ BJP അംഗത്വം എടുക്കാം. അങ്ങനെ ഒരു പിളർപ്പ് ഇപ്പോൾ ശിവസേന ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ഇപ്പോൾ NDAക്ക് അവരുടെ മുന്നണിയിൽ കൂടുതൽ ആൾക്കാർ വേണ്ടത്? പല ബില്ലുകൾ പാസ്സാക്കി എടുക്കാനുണ്ട്. പല ബില്ലുകളും പല നിയമനിർമ്മാണവും നമ്മുടെ പാർലമെൻറ്റിനകത്ത് നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അവിടെ പല ആക്റ്റുകളും പാസ്സാക്കി എടുക്കേണ്ടതുണ്ട്, പല ബില്ലുകളും പാസ്സാക്കി എടുക്കണം. ഇല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീലിമിറ്റേഷൻ വരുന്നു, മണ്ഡല പുനർനിർണ്ണയം അതൊന്ന്. വനിതാ സംവരണ ബില്ലിൻ്റെ കാര്യം നമുക്കറിയാമെന്നുള്ളതാണ്. എങ്ങനെയാണ് അത് വലിയ തിരിച്ചടിയായി പോയത് എന്നുള്ളത്. വലിയ തിരിച്ചടി എന്ന് മാത്രമല്ല, BJPക്ക് തിരിച്ചടിയല്ല, BJPക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി കൊടുക്കും അത്. പക്ഷേ ഈ പറയുന്ന രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, ഇവിടുത്തെ വനിതകൾക്ക് ഒക്കെ, സ്ത്രീ സംവരണത്തിനെയൊക്കെ അത് വിലങ്ങുതടിയാകുന്നത് എങ്ങനെയെന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ആ പറയുന്ന സംവരണമില്ലായ്മയുടെ പ്രശ്നം ഗുരുതരമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും സംഭവിച്ചിരിക്കുന്ന ഇതാണ്, തങ്ങളുടെ പാർട്ടിയിലെ MP-മാരെ MLA-മാരെ ആശ്രയിച്ചല്ല ഞങ്ങൾ പോകുന്നതെന്ന് MP ആയിട്ടുള്ള സഞ്ജയ് റാവുത്ത് പറയുകയാണ്, ശിവസേന ഉദ്ധവ് വിഭാഗത്തിൻ്റെ നേതാവ്. അപ്പോൾ സമയം പറ്റേ, ഞങ്ങളുടെ പാർട്ടി എങ്ങനെയാണ് നിങ്ങളുടെ പാർട്ടിയെ തകർക്കുന്നത് എന്ന് കാണിച്ചു തരാമെന്നൊക്കെ ഭീഷണിയും പെടുത്തുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ പറയുന്ന NDAക്ക് അനിവാര്യമായ ചില കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കി എടുക്കേണ്ടതുണ്ട്, പാർലമെൻറ്റിൽ വിജയിപ്പിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ മുന്നണി വിട്ട്, ഇന്ത്യ സഖ്യം വിട്ട് DMK മാറുന്നത്, TMCയിൽ നിന്ന് MP-മാർ NDAയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇതാ മഹാരാഷ്ട്രയിലും അതിൻ്റെ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. ഇത് വ്യക്തമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയാണ്. അത് മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ ഗംഭീരമായ മാറ്റം ഉണ്ടാക്കും. ഇപ്പോൾ ഈ ഉദ്ധവിന്റെ ശിവസേനയിൽ ഉൾപ്പെട്ട ഈ ഒരു MP പറഞ്ഞിട്ടുള്ള ഈ ഒരു വാക്ക്, അല്ലെങ്കിൽ അതിൽ നിന്നാണല്ലോ താങ്കൾ MP-മാരോ അല്ലെങ്കിൽ MLA-മാരോ ഒന്നും ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയല്ല, അണികളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്, അണികൾ മാത്രമാണ് ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഉദ്ധവിന്റെ ശിവസേന, അതിൽ നിന്ന് MP-മാർ പോകാനുള്ള സാഹചര്യമുണ്ടെന്നും അതുപോലെ തന്നെ ഈ ഒരു പിളർപ്പ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഉദ്ധവിനെക്കാട്ടിലും ഇന്ത്യ മുന്നണിയായിരിക്കും. അതായത് ഇന്ത്യ മുന്നണിയെ വലിയ തോതിൽ ബാധിക്കും. അതായത് ഇന്ത്യ മുന്നണിക്ക് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്ന മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിൽ നിന്ന് പിണങ്ങി നിൽക്കുമ്പോൾ TMC ആകെ അകന്ന് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് മമതാ ബാനർജിയെ തിരിച്ചു കിട്ടി, പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഇല്ല, വെറും മമതാ ബാനർജി മാത്രമാണ് വന്നത്. അപ്പോൾ ഇവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആൾക്കാർ അവരെല്ലാം പാർട്ടി വിട്ടു. അപ്പോൾ അടുത്ത് ഈ DMK ആയിട്ട് തെറ്റിപ്പിരിയുന്ന സാഹചര്യമുണ്ടായി കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും. അവിടെയും നഷ്ടമാണ്. കാരണം ഈ 3-4 MLA-മാരെ കൊണ്ട് ഒരു ഭരണത്തിൻ്റെ ഒരു ഭാഗത്തിൽ പങ്കാളിയാകാൻ പറ്റി എന്നത് നോക്കുമ്പോൾ പാർലമെൻറ്ററി സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്തത്. അത് വലിയ നഷ്ടമാണ്. ഇത് കാൽക്കുലേഷൻ്റെ, രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതിൻ്റെ അപക്വതയുടെ പ്രശ്നമാണ്. രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഇനി അടുത്ത് മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ, ഉദ്ധവ് വിഭാഗം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ അല്പമെങ്കിലും സാന്നിധ്യം അറിയിക്കാൻ ഇന്ത്യ മുന്നണിക്കുള്ള ഒരു ശക്തിയാണ്. ആ ശക്തിയിൽ നിന്ന് പിളർന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടി പിന്നെ നാമാവശേഷമാവും. ആർക്കും വേണ്ടാതാവും ഉദ്ധവിനെ. ഉദ്ധവ് പിന്നെ ഒരു ഈ പറയുന്ന മമതാ ബാനർജിയുടെ അവസ്ഥയിലേക്ക് പോകും. അവസാനം ഗതികെട്ടിട്ട് തിരിച്ച് NDAയിലേക്ക് വരാനോ ഇല്ലെങ്കിൽ മറ്റേ ഷിൻഡെ വിഭാഗവുമായിട്ട് ഒരു ഡിമാൻഡും ഇല്ലാതെ ലയിക്കാനോ ഇല്ലെങ്കിൽ BJP ലയിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കേണ്ടി വരും. ഇതാണ് പ്രശ്നം. അധികാരമില്ലാതെ ഈ ചെറു പാർട്ടികൾക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു ദേശീയ പാർട്ടി നിലനിൽക്കുന്നു. ഇപ്പോൾ BJPക്ക് അധികാരമില്ല എന്ന് വെച്ചു, BJPക്ക് ഒന്നുമില്ല, അങ്ങനെ നിന്നാൽ പോലും BJPക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം BJP എന്ന് പറയുന്നത് വലിയൊരു ദേശീയ പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടി എന്ന് മാത്രമല്ല, അത് RSSൻ്റെ കീഴിലാണ് ഉള്ളത് എന്നുള്ളത്. RSS എന്ന് പറയുന്ന ഒരു വടവൃക്ഷമാണ് ഇതിനെ എല്ലാത്തെയും സംരക്ഷിച്ചു പോരുന്നത്. അപ്പോൾ RSSകാരുടെ അധികാരമില്ലാതെ എത്രയോ വർഷങ്ങളായി. ഇത് കഴിഞ്ഞ 12 വർഷമായിട്ടല്ലേ BJPക്ക് അധികാരമുള്ളൂ. അതിനു മുമ്പ് എത്രയോ വർഷമായി. പാർട്ടി രൂപീകരിച്ചിട്ട് തന്നെ 50 വർഷം കഴിഞ്ഞു, 52 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാലമായിട്ട് അവിടെ അതിൽ 12 വർഷം മാത്രമാണ് അധികാരമുള്ളത്. ബാക്കിയുള്ള വർഷങ്ങളിലൊന്നും അധികാരമില്ല. എന്നാൽ RSS രൂപീകരിച്ചിട്ട് 100 വർഷമായി. 100 വർഷത്തിൽ 12 വർഷമല്ലേ അവരുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള, അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം പാർട്ടി വിഭാഗം അധികാരത്തിൽ വന്നിട്ട്. അതിനു മുമ്പ് RSSന് അപ്പോൾ എത്ര വർഷമായി അധികാരമില്ലാതെ നിന്നു.
അധികാരം വേണമെന്നില്ല. പക്ഷെ അങ്ങനെ നിലനിൽക്കണം കഴിയണമെങ്കിൽ അത് വിശാലമായ സംവിധാനവും വിശാലമായ ആദർശവുമായിരിക്കണം എന്നുള്ളത്. ഇവിടെ ഈ ചെറു പാർട്ടികൾക്ക് DMKക്ക്, TMCക്ക്, ഉദ്ധവ് വിഭാഗം ശിവസേനയ്ക്ക് ഒക്കെ ഈ ആദർശത്തിൻ്റെ ആദർശമില്ലായ്മ ഇല്ലെങ്കിൽ എന്താ അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ ജനങ്ങളെ കൂട്ടി നിർത്താനായിട്ടുള്ള ഒരു സംവിധാനമില്ലായ്മയാണ്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ കുടുംബമാണ്, കരുണാനിധിയുടെ കുടുംബം എത്ര 3ാം തലമുറയല്ലേ ഭരിക്കുന്നത്. ശിവസേനയിൽ എന്താ 3ാം തലമുറയല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉദ്ധവിൻ്റെ മകനുണ്ടല്ലോ അവിടെ. അപ്പോൾ അതിൻ്റെ മുമ്പ് ബാൽ താക്കറെ. TMCയിലും അത് തന്നെയല്ലേ. മമതാ ബാനർജി കഴിഞ്ഞാൽ ആരാ? മമതാ ബാനർജിയുടെ അനന്തരവൻ. അപ്പോൾ കോൺഗ്രസ്സിലെന്താ? കോൺഗ്രസ്സാണ് ഇതിൻ്റെ എല്ലാം മാതൃസംഘടന, മാതൃ പാർട്ടി എന്ന് പറയുന്നത്. 7 തലമുറയായിട്ടൊരു കുടുംബം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനത്തിന്. 7 തലമുറയായിട്ട് ഏത് സാമ്രാജ്യമുണ്ട് ഇത്രയും കാലം ഭരിക്കുന്നത്? അപ്പോൾ ഇതൊരു ഗതികേടാണ്. ആ ഗതികേടിൻ്റെ തുടർച്ചയാണ് ഈ നാശം. അങ്ങനെയാണ് കോൺഗ്രസ് ദ്രവിച്ചു പോകുന്നത്, അങ്ങനെയാണ് DMK ഇല്ലാതാവുന്നത്, അങ്ങനെയാണ് ശിവസേന ഇല്ലാതാവുന്നത്, അങ്ങനെയാണ് TMC ഇല്ലാതാവുന്നത്. ഇതൊരു തുടർച്ചയാണ്. മറ്റ് പ്രദേശങ്ങളിലെ പ്രാദേശിക പാർട്ടികൾക്കും ഇതൊക്കെ തന്നെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അനിവാര്യമായ ഉദ്ധവ് വിഭാഗത്തിൻ്റെ നാശം, അനിവാര്യമായിട്ടുള്ള BJPയുടെ NDAയുടെ വളർച്ച, ഇത് രണ്ടും സാധ്യമാകും.